നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നുള്ള ഈ പ്രോഗ്രാമിന്റെ. ഇന്ന് ജാമിദ ടീച്ചറുടെ ഒരു കുറവുണ്ട്. ടീച്ചർ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ടീച്ചറുടെ മോൾക്ക് ചെറിയൊരു പനിയും അസുഖവും വന്നതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാം തുടക്കത്തിൽ തന്നെ മുടങ്ങണ്ട എന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം കയറിയിട്ടുള്ളത്. ടീച്ചർ വരുന്ന സമയത്ത് കയറും. നോക്കൂ, ഇന്നും അതിലെയും ഇന്നലെയും ഒക്കെ തുടർച്ചയായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിപ്രകാരമാണ് ബംഗളൂരു ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരി നിതാഷ കൗളിനെ ബംഗളൂരു വിമാനത്താവളത്തിൽ തടഞ്ഞു. കർണാടക സർക്കാരിന്റെ പരിപാടിക്ക് എത്തിയതായിരുന്നു അവർ. മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം തിരിച്ചയക്കുകയും ചെയ്തതായി ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ സർവകലാശാലയിലെ അധ്യാപിക കൂടിയായ നിതാഷ പറഞ്ഞു. നോക്കൂ, ഈ നിതാഷ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്. അതായത് തന്റെ മാതൃരാജ്യം വിട്ടുകൊണ്ട് ബ്രിട്ടീഷ് പൗരത്വമൊക്കെ കൊണ്ട് എടുത്തു കളഞ്ഞാൽ, അതല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് പൗരത്വമൊക്കെ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ആകുമെന്ന് വിചാരിക്കുന്ന, അതല്ലെങ്കിൽ അന്യദേശത്തിരുന്നു കൊണ്ട് അന്യ രാജ്യത്തിരുന്നു കൊണ്ട് തന്റെ പെറ്റ നാടിനെ ഇത്ര കണ്ട് ഇകഴ്ത്തി സംസാരിക്കുക, രാജ്യദ്രോഹപരമായിട്ട് സംസാരിക്കുക, എഴുതുക, പ്രസംഗിക്കുക എന്ന് എല്ലാം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു പാഠം തന്നെയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്റെ മാതൃരാജ്യത്തെ ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായിട്ട് പരാമർശിച്ചു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ, പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുക ഇത് തന്നെയാണ് എന്നുള്ളതിന്റെ കൃത്യമായുള്ള താക്കീത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇന്ന് എത്രത്തോളം ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്തെന്നറിയാമോ? ശത്രു രാജ്യങ്ങളുടെയും ശത്രുവർഗത്തിന്റെയും അച്ചാരം വാങ്ങിക്കൊണ്ട് അവരുടെ എച്ചിൽ തിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുക, എഴുതുക, അത് വിദേശത്തായാലും സ്വദേശത്തായാലും ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ട്. നമ്മുടെ മാതൃരാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന തെരുവ് പട്ടികൾ എന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം തെരുവ് പട്ടികൾക്ക് അവരുടേതായുള്ള സംസ്കാരമുണ്ട്. അവർക്ക് അന്നം കൊടുക്കുന്ന കൈ അവർ കടിക്കില്ല. അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വട്ടമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവരെ മറക്കുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും നമ്മുടെ ഈ സെഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചൊറിയാതെ വയ്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എടുത്തിരിക്കുന്നത്. സിജോ കെ രാജൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഒന്നുണ്ട്. നമ്മൾ 3 ചാനലുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. അത് ജാമിദ ടീച്ചറുടെ ചാനലും, അതുപോലെ ന്യൂസ് കഫേ എന്ന് പറയുന്ന ചാനലും, പിന്നെ സിജോയുടെ തന്നെ ചാനലായിട്ടുള്ള ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന ചാനലും. ആ ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ കമന്റായി നമ്മൾ ഈ ലൈവ് സെഷൻ കഴിഞ്ഞാൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന സിജോയുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക. സിജോ ആദ്യം കർമ്മ ന്യൂസിലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി തുടങ്ങിയ ചാനലാണ് ന്യൂസ് ഹണ്ടർ. ആ ചാനലും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അതിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നത് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. സിജോ, എങ്ങനെയാണ് ഇന്നത്തെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ സെഷനിൽ നമ്മുടെ വിദേശത്തിരുന്നായാലും സ്വദേശത്തിരുന്നായാലും നമ്മുടെ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന വർഗം, അവർക്കെതിരെ എങ്ങനെയാണ് നിങ്ങളുടെ ആ ചൊറിച്ചിൽ തീർക്കുന്നത്? വിദേശത്തിരുന്ന് മാതൃരാജ്യത്തെ ചൊറിയുക എന്ന ഇത് കാലങ്ങളായിട്ട്, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലങ്ങളായിട്ട് തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറ്റു മതസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാനും വേണ്ടി പലരും ചെയ്തു വന്നിരിക്കുന്നതാണ്. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഒരു സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, കനേഡിയൻ അമ്മായി എന്നൊക്കെയാണ് ഇവിടുത്തെ കേരളത്തിലെ പല പിള്ളേരും അവരെ വിളിക്കാറ്. ഇവരാണ് ഞാൻ കണ്ടിട്ട്, അതായത് എന്റെ അധിക നാള് ഇപ്പോഴും അവര് ഓൺലൈനില് ഇപ്പോഴും സ്വന്തം രാജ്യത്തെയും, അതായത് ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ചാനൽ തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ, ഒരു സംഘടനയോ, RSS പോലുള്ള സംഘടനകളോ, ഇവരെ എല്ലാം തേജോവധം ചെയ്യുക എന്ന ഒരു പരിപാടിയാണ് ഈ സുനിത ദേവദാസ് ശരിക്കും കാനഡയിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനൊക്കെ തടയണ, ഇവിടെ നിയമപരമായിട്ട് ഇവിടെ തന്നെ കേസെടുത്ത് ഒരിക്കലും ഈ ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാം ശിക്ഷിക്കേണ്ട നിയമം തന്നെ ഇവിടെ പാസ്സാകണം. അതല്ലെങ്കിൽ ഇവരൊക്കെ കാനഡയിലും അമേരിക്കയിലൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ഭാരതത്തെ അവഹേളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു രീതിയിലാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ലോക നേതാക്കളിൽ തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വരെ മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് തേജോവധം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് ഈ സുനിത ദേവദാസിൽ നിന്ന് കാണാം. ഇത് ഇന്നലെ തുടങ്ങിയാൽ ഒരു 5 വർഷമായിട്ട് ഇവർ ഇത് മിനിമം എന്റെ അറിവിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ RSS എന്ന സംഘടന, ഈ RSS എന്ന സംഘടന എന്താണെന്ന് പോലും ഇവർക്ക് ഒരു ധാരണ പോലുമില്ല. എന്നിട്ട് അത് ചൊറിയ, അതായത് അതേമാതിരി സംഘടനകളെയും വ്യക്തികളെയും ചൊറിഞ്ഞ് മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റാം. ഇതാണ് ഈ സുനിത ദേവദാസ് പറഞ്ഞ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
അതുകൂടാതെ എനിക്ക് പല രീതിയിലും ഇതുപോലെ അനുഭവങ്ങൾ വന്നേക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നഹാസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷമാണ് എന്റെ ഓർമ്മയില്, അതായത് ഒരു RSSകാരോടായാണ് അദ്ദേഹം പറഞ്ഞത്, സ്വന്തം റൂമിലിരുന്നുണ്ട് ഒരു ബോലോ തക്ബീർ എന്ന് മാത്രം വിളിച്ചാൽ മതി, ഭാരതത്തിൽ എന്തും നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ശരിക്കും ഒരു ഭാരതത്തിലെ ഒരു രാജ്യസ്നേഹിയായ ഒരു പൗരന്റെ മുഖത്തടിക്കുന്ന പോലെയാണ് അന്ന് ആ ഒരു സംസാരം ഉണ്ടായത്. ഇവിടെ നിന്ന് പ്രതികരിക്കാൻ വളരെ കുറച്ച് പേരെ അതിനുണ്ടായുള്ളൂ. പക്ഷെ ഇതൊക്കെ വള്ളം പോലെ അവനൊക്കെ പാരിതോഷികങ്ങളുടെ ബഹളമായിരുന്നാണ് പിന്നെ ഞാൻ അറിയാൻ സാധിച്ചത്. കാരണം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ സ്വർഗം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു വിഭാഗത്തിന് ഉന്നത സ്ഥാനീയനായിരിക്കും ഇവര്. അപ്പൊ അതിന്റെ പേരിൽ ഇത് കണ്ടുകൊണ്ട് തന്നെ പലരും ഈ വഴിയെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിയമങ്ങൾ ഘടിപ്പിച്ച അത്ര രീതിയിൽ ഇല്ലെങ്കിലും ഇപ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ ഇന്ത്യയുടെ പടക്കപ്പലുകൾ INS ചെന്നൈ വരെ ഇറങ്ങിയിട്ട് അതിനെ വരെ കളിയാക്കി ഹൂതികൾ പേടിപ്പിച്ചു വിട്ടു എന്ന് പറയുന്ന സുനിത ദേവദാസിനെ ഒരു ദിവസം കാണാനിടയായി. ജാമില ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ടീച്ചർക്ക് എന്തോ വല്ലാതെ ചൊറിച്ചിലുണ്ട്. സുനിത ദേവദാസിനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധരെ വളർത്തുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹികളാണ്. ഞാന് ഇവരുടെ തനി നിറം തിരിച്ചറിഞ്ഞത് ഒരിക്കലേ EP അബൂബക്കർ കാസിമി എന്ന് പറയുന്ന വഷളൻ പ്രഭാഷകൻ ഒരിക്കൽ പ്രഭാഷണം നടത്തി. പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും സ്വന്തം ഭർത്താവ് അയാളുടെ കാമപൂർത്തീകരണത്തിനു വിളിച്ചാൽ വഴങ്ങിക്കൊടുക്കണമെന്നാണ് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും അയാളോട് പ്രതികരിച്ചു. അയാൾ പറഞ്ഞത് പ്രവാചക കൽപ്പനയാണ്, അതവിടെ നിൽക്കട്ടെ. സുനിത ദേവദാസ് ഒരു ആവേശത്തിന് കയറി പറഞ്ഞു, തട്ടമിട്ട നാറികൾ എന്ന ഒരു പരാമർശം നടത്തിപ്പോയി. അതിന്റെ പേരില് അവരുടെ ചാനൽ നല്ല രൂപത്തിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു ആളുകള്. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ സുഖിപ്പിക്കാൻ അവരേത് നിലപാടും സ്വീകരിക്കും. അപ്പൊ അവരുടെ മനുഷ്യത്വം മാറി നിൽക്കുവാണ്, ജനാധിപത്യം മാറി നിൽക്കുവാണ്. അപ്പൊ ഇവര് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർക്ക് വേണ്ടി കുരയ്ക്കുന്ന ആളാണ്. നമ്മൾ ഇന്നിപ്പോ ഈ വിഷയം വെച്ചത് തന്നെ ഇവരെ മാത്രം ഉദ്ദേശം വെച്ചിട്ടല്ല. ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയാണ്, ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് നിതാഷ കൗൾ. ഇവരെ ബാംഗ്ലൂർ വിമാനത്താവളത്തില് തടയുകയാണ്. എന്തിന്? കർണാടക സർക്കാരിന്റെ പരിപാടിക്ക് എത്തിയ സ്ത്രീയാണിവര്. അരമണിക്കൂറോളം വിമാനത്താവളത്തിൽ ഇവരെ തടഞ്ഞു വെക്കുന്നു, എന്നിട്ട് അവരെ തിരിച്ചയക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന വാർത്ത. അപ്പോ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിലെ അധ്യാപിക കൂടിയായ നിതാഷ കേന്ദ്ര സർക്കാരാണ് എന്നെ ഈ വിധം ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് എന്താ ഇവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ? ഇല്ല. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്ന് വന്ന ആളുകൾ പറഞ്ഞു. RSS വിമർശനത്തിന്റെ പേരിലാണത്രേ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര എഴുത്തുകാരുണ്ട് RSSനെ വിമർശിക്കാത്ത? അവർക്ക് എല്ലാവർക്കും പോകുന്നിടത്തൊക്കെ ഈ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകണ്ടേ? അവരുടെ യാത്ര തടസ്സപ്പെടുത്തണ്ടേ? അങ്ങനെയൊന്നുമില്ലല്ലോ. RSSനെ വിമർശിക്കാത്ത, നരേന്ദ്രമോദിയെ തെറി പറയാത്ത എത്ര പേരുണ്ടാകും നമ്മുടെ കേരളക്കരയില്? എഴുത്തുകാരിലായിരുന്നാലും മാധ്യമപ്രവർത്തകരിലായിരുന്നാലും ആങ്കർമാരിലായിരുന്നാലും അങ്ങനെ പല രൂപത്തിലും ആളുകൾ ഇവിടെ സസുഖം ഇന്ത്യയെ മോശമാക്കി, ഇന്ത്യയെ തെറി പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊന്നും ഒരു കുഴപ്പവും ഇതുവരെ ഇവിടെ സംഭവിക്കുന്നില്ല. നമ്മുടെ നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ വിഷയത്തിൽ പ്രതി ചേർത്ത് ബ്രിട്ടീഷുകാർ ഇറക്കിയ BBC ഇറക്കിയ ഡോക്യുമെന്ററിയെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ച ആളുകളെ, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ RSSനോടുള്ള വിയോജിപ്പല്ല, രാജ്യമാണ് പ്രധാനം. നമുക്ക് ചവിട്ടാൻ കാൽപാദത്തിനടിയിൽ മണ്ണു വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇവിടെ ചവിട്ട് നിന്ന് രാജ്യവിരോധം പറയാൻ പറ്റൂ. ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കുരച്ചുകൊണ്ടിരുന്നാൽ നിതാഷ കൗളിന് മാത്രമല്ല, സുനിത ദേവദാസിന് മാത്രമല്ല, ഒരു പുലിയാർ കാസിമിക്കു മാത്രമല്ല, ഏത് കൊടികെട്ടിയവനാണെങ്കിലും ശരി, അവനെയൊക്കെ ഈ രാജ്യത്ത് ഒരുപാട് ജയിലുകളുണ്ട്. ആ ജയിലുകൾ വിശാലമാണ്, അവനെയൊക്കെ അവിടെയാണ് ഇടുന്നത്. എന്നിട്ട്
കർണാടക സർക്കാർ സംഘടിപ്പിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരുന്നു. അങ്ങനെ വന്നതാണ് ഈ നിതാഷ കൗൾ. ഒരു നിതാഷ കൗൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ രൂപത്തിൽ ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തി ഇവർക്ക് കൂച്ചുവിലങ്ങിടാൻ ഒരു കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാളെ പോപ്പുലർ ഫ്രണ്ടിന്റെ കാൽ കീഴിലായി പോകും. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതാനും ചില നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ സംഘടനയെ ബാൻ ചെയ്തത് കൊണ്ടോ നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ രാജ്യവിരുദ്ധർക്കും ഇതൊരു പാഠമാണ്. സുനിത ദേവദാസ് കാനഡയിൽ ഇരുന്ന് വിഘടനവാദി നേതാവായ ഹർദീപ് സിംഗ് നിജാറിന് വേണ്ടി കുരച്ചപ്പോൾ ഇവിടത്തെ പൗരത്വം റദ്ദ് ചെയ്ത് അതിനെയൊക്കെ എടുത്ത് തോട്ടിലെറിയേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ? അവളെയൊക്കെ വളർത്തുന്നത് ആരാ? നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾ, നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും SDPI ഭീകരരും ഇവരെയൊക്കെ വച്ച് വളർത്തിക്കൊണ്ടിരിക്കുവാണ്. അതിന് തടയിടാൻ നമ്മൾ രാജ്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു പോയാൽ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് സംസാരിച്ചു പോയാൽ, ഈ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദത്തെ കുറിച്ച് സംസാരിച്ചു പോയാൽ ഉടനെ തന്നെ നമ്മൾ സംഘിയായി മാറും. ശരി, സംഘിയാണെങ്കിൽ സംഘി തന്നെ. സംഘികൾക്ക് രാജ്യസ്നേഹമുണ്ടെന്ന് ഇവർ സമ്മതിച്ചല്ലോ. അതുപോലെ തന്നെ ഒരു നിതാഷ കൗളല്ല, ഒരു സുനിത ദേവദാസ് അല്ല, ഒരു അലിയാർ കാസിമി അല്ല, ഒരു സാക്കിർ നായിക് അല്ല, അതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അബ്ദുൽ നാസർ മദനിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവര് വിലസുന്നത് നമ്മുടെ നാടിന്റെ പൗരത്വവും പേരിട്ടാം. അതുകൊണ്ട് അത്തരക്കാരെ പുറത്തു കൊണ്ടുവരിക. കാരണം സുനിത ദേവദാസിനെതിരെ ചർച്ച ചെയ്യാൻ, പിന്നെ നിതാഷ കൗളിനെതിരെ ചർച്ച ചെയ്യാൻ, ഈ ഇന്നലെ നടന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വൈദികനെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്കൊക്കെ എതിരെ ചർച്ചകൾ സംഘടിപ്പിക്കാൻ, ഇവർക്കെതിരെ വാർത്തകൾ കൊടുക്കാൻ എല്ലാ ദൃശ്യശ്രവണ മാധ്യമങ്ങളും ഭയന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചൊറിയും. അതുകൊണ്ടാണ് നമുക്ക് ചൊറിയാതെ വയ്യാത്തത്. കാരണം നമ്മൾ ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇന്ന് ഹമാസ് ഭീകരർ റാഫ അതിർത്തിയിൽ പോയി നിൽക്കുന്നത് പോലെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇതുപോലെ പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു, സൈനബ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ലേഡി. ഇവർ ഇന്ത്യയുടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അവർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചുകൊണ്ട് അവരെ തിരിച്ചയച്ച്, വിസ നിഷേധിച്ചതല്ല, ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം അവരെ മടക്കി അയച്ച ഒന്നുകൂടി ഉണ്ട്, അതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ടീച്ചർ ഉദ്ദേശിച്ച പോലെ തന്നെ, പറഞ്ഞ പോലെ തന്നെ PFI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ അതിഭീകരന്മാരെ നിരോധിച്ചതിന് ശേഷം ഇവിടെ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം എന്നുള്ള ആ ഒരു ഉത്തരവ് വന്നിട്ട് പോലും കൃത്യമായിട്ടും അത് കണ്ടു കെട്ടാതെ അത് വൈകിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന നമ്പർ 1 അൽ കേരളം എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ പിന്നീട് അത് സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിൽ സാവധാനമാക്കി എന്ന് മാത്രമല്ല, ഇവർക്ക് കൃത്യമായിട്ടും വിവരങ്ങൾ നൽകാത്തതിന് അവരെ അതുമായി ബന്ധപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ വിവരണം ശേഖരിച്ചുകൊണ്ട് വില്ലേജുകളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തിക്കൊണ്ട് അവരുടെ ആ സ്വത്തുവകകൾ സംരക്ഷിച്ച പിണറായി വിജയന്റെ കിരീടത്തില് ആ പൊൻതൂവൽ പറയേണ്ടത് ആവശ്യമുണ്ട്. മാത്രമല്ല, തീവണ്ടി ആക്രമണ കേസിൽ, ഏലത്തൂർ തീവണ്ടി ആക്രമണം നടന്ന സമയത്ത് ഈ പറയുന്ന അയ്യൂബ് സൈഫി എന്ന് പറയുന്ന ആ ചങ്ങാതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനം മഹാരാഷ്ട്ര ഷാരൂഖ് സൈഫിയെ ഇവിടെ നിന്നും ആക്രമണം കഴിഞ്ഞ് അതും ഒരു കണ്ണ് ഏകദേശം ഭാഗികമായി നഷ്ടപ്പെട്ട ആ ചങ്ങാതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര ATS അവസാനം പിടിച്ചു കൊടുക്കുന്ന അവസ്ഥ വന്നു. അതിനുശേഷം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഇസ്ലാമിക കൊടും ഭീകരനെ കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും ശ്രദ്ധിക്കാതെ ഒരുപാട് ഇടങ്ങളിൽ വണ്ടി കംപ്ലൈന്റ് ആവുന്നു, അതുപോലെ വണ്ടികൾ മാറി കൊണ്ടുവരുന്നു, മണിക്കൂറുകളോളം വണ്ടി റോട്ടിൽ നിർത്തിയിടുന്നു. ഏറ്റവും കൂടുതൽ ഇവനെ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ തട്ടിക്കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഈ ഭീകരവാദിയെ നശിപ്പിച്ചുകൊണ്ട് ബാക്കി വരുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് പോലും റിപ്പോർട്ടുകളായി പുറത്തു വന്നപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കിയ അതല്ലെങ്കിൽ അതിന് കാരണക്കാരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും സ്ഥാനം തെറിപ്പിച്ചതുമെല്ലാം കണ്ടത് തന്നെയാണ് കേരളം. അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞാലും തീരാത്ത രീതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ പറയുന്ന, മാത്രമല്ല മലപ്പുറത്ത് സോളിഡാരിറ്റി സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഹമാസ് കൊടും ഭീകരനെ എത്തിച്ച നാടാണ് ഈ കേരളം. ഓൺലൈനിൽ ആണെങ്കിൽ പോലും ആ ഹമാസ് ഭീകരൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വക്ക് മേലിൽ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മേൽ ബുൾഡോസർ കയറ്റി ഇറക്കണം എന്നാ പറഞ്ഞത്. ഹിന്ദുത്വക്ക് മേൽ ഇവിടെ ബുൾഡോസർ കയറ്റി ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഹിന്ദുക്കളെ കൊല്ലണമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല ഇവിടെ
ഏതെങ്കിലും ഒരു കൊടുത്തില്ല. 3/4 വണ്ടെങ്കിലും ആ വാർത്ത കൊടുക്കാൻ തയ്യാറായോ? എത്ര ഓൺലൈൻ മാധ്യമങ്ങൾ ആ വിഷയം സെൻസർ ചെയ്തു? മാത്രമല്ല ഇവർ അത് മലപ്പുറത്തിന്റെ മതേതരത്വം വല്ലാതെ ഇവിടെ വാഴ്ത്തുന്നതിനൊക്കെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് സമയം ചിലവഴിക്കുന്ന ആളുകളുണ്ട്. ആ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ഹമാസ് കൊടുംഭീകരനെ കൊണ്ടുവന്നത്. ഈ വാർത്ത ഹമാസ് കൊടുംഭീകരൻ എന്ന് പറഞ്ഞ് ചൊറിയുമ്പോഴേക്കും ഇവിടെ പലർക്കും ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ 153 ആയിട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളിൽ 3 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് വരാം. പക്ഷെ ഇവിടെ ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാമിനെ ഇത്തരത്തിൽ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് നമ്മളിവിടെ വാക്ക് തരുന്നത് പ്രേക്ഷകരോട്. തീരുമാനിച്ചിരിക്കുന്നത്. ചൊറിച്ചിൽ അവസാനിക്കുന്നില്ല. നമ്മുടെ ചൊറിച്ചിൽ തുടങ്ങിയത് എവിടെയായിരുന്നു? ഇന്നലെ പൂഞ്ഞാർ സംഭവത്തോടെയാണ്. ഇതുവരെ ആരും പറയാത്ത ആ അമിട്ട് നമ്മൾ പൊട്ടിക്കുവാണ്. ഇന്നലെ 27 പേരാണ് പൂഞ്ഞാർ സംഭവത്തിൽ ആ വൈദികന്റെ നേരെ പാഞ്ഞെടുത്തത് കൊല്ലാൻ. അതില് ആരൊക്കെയായിരുന്നു? ഇക്കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ച ഭീകരന്റെ മകനായിരുന്നു ആ മൈനറായ ഒരു കുട്ടി. അതില് പിന്നെ വലിയ മുതുകാലന്മാരും ഉണ്ടായിരുന്നല്ലോ. ആ NIA തീഹാർ ജയിലിൽ അടച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ സഹോദരന്മാർ ഇവര് വെറുതെ കയറിയതാണോ പള്ളിമേടയിലേക്ക്? അല്ല, പള്ളി അങ്കണത്തിൽ മാത്രമേ ഇവർക്ക് ബൈക്ക് റേസ് ചെയ്യാൻ സ്ഥലമുള്ളൂ. പിന്നെ എന്തിനാണ് ഇവര് വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? അപ്പൊ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മുടെ നാട്ടിലെ പച്ച പോലീസ് ഏത് രൂപത്തിൽ അവരെ സഹായിക്കും. അതാണ് നമ്മൾ കണ്ടത്. 27 പേർക്കും പേരില്ല, 27 പേർക്കും ചിത്രങ്ങളില്ല. ഇവരാണ് രാജ്യദ്രോഹികൾ. എത്ര പച്ച വെളിച്ചത്തിന്റെ പോലീസിനെ NIA പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത ഏത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രിക്കാണുള്ളത്? അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. പിണറായി വിജയന്റെ മുക്കാൽ മുറിയനായ മരുമകനും മകൾക്കുമൊക്കെ ആവശ്യമാണ് ഇവിടെ നിലനിൽപ്പ്. ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് ഈ മുസ്ലിം തീവ്രവാദികളെ അനുനയിപ്പിച്ചേ പറ്റൂ. ബൈജു ഒന്ന് ആലോചിച്ച് നോക്ക്. മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകളെല്ലാം അധികാരത്തിൽ വന്നത് ഈ മുസ്ലിം ഭീകരരോട് നിന്നതായിരുന്നു. ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ അബ്ദുൽ നാസർ മദനി, അയാള് ജയിലിൽ നിന്ന് ജാമ്യത്തിന് ഇറങ്ങിയപ്പോൾ അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടതു വലതു നേതാക്കളെ മറന്നിട്ടില്ലല്ലോ. നമ്മുടെ നാട് ഇങ്ങനെയാ. ഇതാണ് നമ്മുടെ നാടിന്റെ മതേതരത്വം. ശരിക്കു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ പേറുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു ഇതിനോടകം. മാത്രമല്ല ടീച്ചറെ, നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കണ്ണൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ തട്ടകം. ഈ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും വലിയ വലിയ ഭീകരന്മാരെ കൂടുതൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. NIA, അതായത് 13 വർഷം കഴിഞ്ഞതിന് ശേഷം NIA അറസ്റ്റ് ചെയ്ത സവാദ് എന്ന് പറയുന്ന കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകൻ, 1-ാം പ്രതിയായിട്ടുള്ള ആ ചങ്ങാതി 13 വർഷം സുഖവാസം ഒരുക്കിയത് കണ്ണൂരായിരുന്നു. കണ്ണൂരിലെ CPM-ന്റെ കോട്ടക്കൊത്തളങ്ങൾ തന്നെയായിരുന്നു അയാൾ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിൽ തന്നെ കണ്ണൂർ എന്ന് കേട്ടാൽ ഇന്ന് ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ താവളമായി മാറ്റിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്താകമാനം ഇസ്ലാമിക കൊടും ഭീകരന്മാരെ സപ്ലൈ ചെയ്യുന്ന കേരളത്തിന്റെ നമ്പർ 1 കേരളത്തിന്റെ ആ ഭരണകർത്താക്കളുടെ നാടായിട്ടുള്ള ആ നാടിന്റെ പങ്ക് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഈരാറ്റുപേട്ടയെ മാത്രമാണ് ഇതുവരെ എല്ലാവരും ആ ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയേക്കാൾ അത്ര കണ്ട് ഉയർന്ന തലത്തിലേക്ക് കണ്ണൂരിലെ സഖാക്കന്മാരുടെ കണ്ണൂർ ഉയർന്നു വരുന്നുണ്ട്. അതിലും വലിയൊരു പങ്ക് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മുടെ സിജോയ്ക്ക് ചൊറിച്ചിൽ കുറച്ച് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ അവനൊന്ന് ചൊറിഞ്ഞോട്ടെ. ഇല്ല, ഞാൻ ഇപ്പൊ നിലവില് ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു വിഷയം ഞാനൊരാളെ ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹം ഒരു പരിചയമില്ലാത്തതാണ് തിരിച്ചു പറയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നൈജീരിയ, ലിബിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പെൺകുട്ടികളെ കടത്തുന്നുണ്ട്. അപ്പൊ എന്തിനാ കടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവര് മിനിമം ഒരു ആരോഗ്യമില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ പോലും മിനിമം ഒരു 4 ഡെലിവറി എങ്കിലും നടത്തും. എന്നിട്ട് ഈ കുട്ടികളെ അനാഥ ആണ് എന്നുള്ള ബേസ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണമെന്ന് അങ്ങനെ ഒരാള് പറയാനിടയായി. അങ്ങനെയുള്ള സാഹചര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് IS ഭീകരവാദികൾ ചെയ്യുന്ന, അതായത് ഇപ്പൊ ഇവിടെ അഫ്ഗാനിലെ കൊണ്ടുപോണ ആ രീതി, ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകളിലാണ്. ഇപ്പൊ നിങ്ങൾ IS എന്ന് പറയുന്നു, ഇതിനു മുമ്പ് അവരുടെ പേര് വേറെ ആയിരുന്നു, അതിനു മുമ്പും പേര് വേറെ ആയിരുന്നു. അങ്ങനെ തലമുറകളായിട്ട് ഇത് നടന്നു വരുന്നത്. അതായത് ഒരു ആരോഗ്യമില്ലാത്ത പെൺകുട്ടിയായാലും ശരി മിനിമം 4 പ്രസവം പ്രസവിക്കും.
ആ പെൺകുട്ടി ആ കുട്ടികളാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുത്ത് അവിടെ വളരും. അതായത് ഇവരുടെ ജനസംഖ്യ കൂട്ടുക, 62 നിന്ന് രാജ്യങ്ങളുടെ എണ്ണം കൂട്ടുക. ഇപ്പൊ ഏകദേശം ക്രിസ്ത്യനും മുസ്ലിമും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച ലോകത്ത് തന്നെ രാജ്യങ്ങളുടെ എണ്ണത്തിൽ. ചെറുതായാലും കൊള്ളാം, വലുതായാലും കൊള്ളാം, കുഞ്ഞിതായാലും കൊള്ളാം. അത് ജനസംഖ്യ ഇവരുടേതായ വർദ്ധിപ്പിച്ചിട്ട് രാജ്യങ്ങൾ കൂട്ടുക, അതാണ് മെയിൻ അജണ്ട. അതിനു വേണ്ടിയാണ് ഇത്രയും ക്രൂരമായ രീതിയിലൊക്കെ പെൺപിള്ളേരെയൊക്കെ കൊണ്ടുപോയി നിസ്സഹായാവസ്ഥയിലുള്ള പെണ്ണുങ്ങളെ പല രീതിയിലും പ്രലോഭിപ്പിച്ച് പ്രേമിച്ച് കൊണ്ടുപോയി പ്രസവിപ്പിച്ച് ആ കുട്ടിയെ പോലും ഇവർക്ക് വളർത്താൻ പറ്റാത്ത അവസ്ഥയിൽ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. ഇന്ന് അറിയാൻ പറ്റിയ ഒരു കാര്യമാണ്. നമുക്കറിയാം ടൂൾ കിറ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കേരളത്തിലുള്ളതുപോലെ രാജ്യവിരുദ്ധർ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഒരു പ്രദേശത്തോ ഉണ്ടാകത്തില്ല. അവരെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടത് ചില ആളുകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അവർക്ക് രാജ്യമല്ല പ്രശ്നം. ഒരു നിമിഷ ഫാത്തിമ പോയി, ഒരു നിമിഷ ഫാത്തിമയാണോ പോയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം പ്രശ്നങ്ങൾ 1921 സംബന്ധിച്ച് അലി അക്ബർ ഒരു സിനിമ ഇവിടെ സംവിധാനം ചെയ്തപ്പോൾ എന്തായിരുന്നു അട്ടഹാസം? ദി കേരള സ്റ്റോറി വന്നപ്പോൾ എന്തായിരുന്നു അട്ടഹാസം? ദി കാശ്മീർ ഫയൽസ് വന്നപ്പോൾ എന്തായിരുന്നു? അതായത് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞു, ഭീകരരെ കൊണ്ട് നിറഞ്ഞു. ഇവർക്ക് ഈ രാജ്യം പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു ഇവർ ഒരു കാലത്ത് മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. ഇവർ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഇവർക്ക് പാകിസ്ഥാൻ കിട്ടി. എന്നാൽ ഇവർക്കിനിയും ഈ രാജ്യം പിളർത്തണം. ഇപ്പോ അവർക്ക് ഈ രാജ്യം പിളർത്തലല്ല പ്രധാനം, ഈ രാജ്യം അവർക്ക് മാത്രമായി കിട്ടണം. ഈ രാജ്യത്ത് നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഓടിക്കണം. അതിനുള്ള പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. എന്നും ആലോചിക്കണം. നമ്മുടെ നികുതി പണം വാങ്ങി ഈ കേരള പോലീസിലെ പച്ച വെളിച്ചക്കാർ ഈ രാജ്യവിരുദ്ധരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായ രൂപത്തിലാണ് കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത്. നിതാഷ കൗൾ നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു. BBC-യുടെ ഡോക്യുമെന്ററി വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്തത് രാജ്യവിരുദ്ധമായിരുന്നു. ഇപ്പൊ നമ്മള് മോദിയുടെ നാട്ടിലാണല്ലോ, മോദിയുടെ നാട്ടിൽ. അപ്പോ നരേന്ദ്രമോദിക്ക് ആ ഒരു പരിഗണന കിട്ടിപ്പോകുന്നു. ഇതിനു മുമ്പില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്കും കിട്ടിയിട്ടില്ലാത്ത ചില പ്രിവിലേജ് ആ മനുഷ്യന് കിട്ടിപ്പോകുന്നു. അവരുടെ കയ്യിലും ഈ രാജ്യം ഉണ്ടായിരുന്നില്ലേ? മുമ്പുണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ എന്തേ വളർച്ചയ്ക്ക് ഇവർക്ക് പറ്റത്തില്ലായിരുന്നു? ഇവർക്ക് വളർത്തിക്കൊണ്ടുവരാൻ അന്നൊക്കെ ഇവർക്ക് മുക്കണമായിരുന്നു, ഇവർക്ക് നക്കണമായിരുന്നു, ഇവർക്ക് അങ്ങനെ കൈയിട്ട് വരാനുള്ള വ്യഗ്രതയായിരുന്നു. നരേന്ദ്രമോദിക്ക് മക്കളും ഇല്ല, കുട്ടിയും ഇല്ല. ആർക്കെങ്കിലും കട്ടുമുടിച്ച് തലമുറകളോളം തിന്നാനുള്ള പണമോ വകയോ കട്ടുകൊണ്ട് വെക്കാൻ വേണ്ട, യോഗിക്കും വെക്കണ്ട. അതുകൊണ്ട് തന്നെ ആ രാജ്യം, ആ നാട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി 3 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, ഭീകരവാദത്തോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് പിന്തുണ കൽപ്പിക്കാൻ കാരണം? ഒന്ന്, ഇസ്രായേൽ രാജ്യം നമ്മുടെ ഇന്ത്യയുടെ സഹോദര രാജ്യമാണ്. രണ്ടാമത്തതായി, പല സാഹചര്യങ്ങളിലും, നിർണായകമായ സാഹചര്യങ്ങളിൽ ചൈന ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു. ഇന്ത്യക്ക് ആയുധങ്ങളില്ല, നെഹ്റു മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ ഇസ്രായേൽ സഹായിക്കാമെന്നേറ്റു. അപ്പോൾ നെഹ്റു അവരോട് ഒരു നിബന്ധന വെക്കുവാണ്. അതെ, നിങ്ങളുടെ ഇസ്രായേലിന്റെ ദേശീയ പതാക വെക്കണ്ട കേട്ടോ. അതെന്താ വെച്ചാല് പിന്നീട് കപ്പല് മുഴുവനും ഇസ്രായേലിന്റെ പതാക വെച്ച് തന്നെയാണ് അവർക്ക് ആയുധങ്ങളും മറ്റു സഹായങ്ങളും ഒക്കെ ഇസ്രായേൽ ചെയ്തു കൊടുത്തത്. അതുപോലെ നെഹ്റു ഒരിക്കലും ഇസ്രായേലിനോട് നന്ദി കാണിച്ചിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല. ഖത്തർ 8 സൈനികരെ വെറുതെ വിട്ടു, പോയി കണ്ട് നന്ദി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് 3 നയങ്ങളാണുള്ളത്. ഒന്ന്, ഭീകരതയ്ക്ക് സ്ഥാനമില്ല. 2, തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാനാണ് തീരുമാനം. ഹമാസ് തീവ്രവാദികളാണ്. അതുകൊണ്ട് ആ തീവ്രവാദികൾക്ക് ഒരിക്കലും നമ്മൾ ഒരു സ്പേസ് കൊടുക്കാൻ പാടില്ല. മൂന്നാമതായി, രാജ്യത്തെ തകർക്കുന്ന ഒരു നയവും അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, രാജ്യവിരുദ്ധതകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തും. അതിനാണ് NIA ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒരു നിതാഷ കൗൾ മാത്രമല്ല, ഇന്ത്യക്കെതിരെ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കൊരച്ചാലും ശരി, അവരുടെയൊക്കെ ഭീകരന്മാരാണെങ്കിൽ തലയെടുക്കാൻ അജ്ഞാതരുണ്ട്.
അതല്ല, ഇതുപോലെയുള്ള ബ്രിട്ടീഷിൽ പോയിരുന്ന പിന്നെ ബ്രിട്ടീഷ് എഴുത്തുകാരികൾ, അതല്ലെങ്കിൽ ലണ്ടൻ പാർലമെന്റിൽ പോയിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ എതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും. സ്വതന്ത്ര ഭാരതം, പിന്നെ ഇവര് വരട്ടെ, സുനിതാ ദേവദാസ് വരട്ടെ ഇന്ത്യയിലേക്ക്, ഇന്ത്യക്കെതിരെ കുരച്ചിട്ട് ഇന്ത്യയിൽ പോരാ, ഭരണം പോരാ, നരേന്ദ്രമോദി അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ കയറിയിരുന്നൊന്നും ഭരിക്കട്ടെ. കമ്മി സുനിതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനേ പറ്റൂ. ഈ കമ്മി സുനിതയെ പോലെയുള്ള ആളുകളെയാണ് ആദ്യം ഈ നാട്ടിൽ നിന്നും നാട് കടത്തേണ്ടത്. അല്ലെ ബൈജു, ശരിയല്ലേ? യെസ്, നമ്മള് കമ്മി സുനിതയും അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം അത് കാശാക്കി ഭക്ഷിക്കുന്ന ഈ സുനിതാ ദേവദാസ് ആയാലും ഈ പറയുന്ന കൗളായാലും ഇവരെയൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഫെനോയിൽ രമേശനായാലും പി കെ ഷിബു എന്ന് വിളിക്കുന്ന, എന്നാൽ കമ്മികൾ സന്ദീപാനന്ദ ഗിരിഗിരി എന്നൊക്കെ വിളിക്കുന്ന, അതല്ലെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ചാമി ഫെനോയിൽ രമേശൻ, ഇവരെ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അന്യ രാജ്യത്തുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം തിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജീവിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന പൃഥ്വിരാജ് അടക്കമുള്ള അതല്ലെങ്കിൽ ഐഷ സുൽത്താനമാർ തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ പി കെ ഷിബു ആയാലും ഈ ഫെനോയിൽ രമേശനായാലും ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഭാരതം നേരിടാൻ പോകുന്ന, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ വീര സവർക്കർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ അദ്ദേഹം വീര സവർക്കർ തന്നെയാണ്. പക്ഷേ സവർക്കർ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ചെരുപ്പ് നക്കി, ഷൂ നക്കി എന്നൊക്കെ പറയുന്ന ഈ ചങ്ങാതിമാർ വിളിക്കുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര രേഖകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭാരതം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ ഭാരതത്തിനുള്ളിൽ നിന്ന് നിൽക്കുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ്. ഇന്ന് ഡൽഹിയിൽ കാണുന്ന കർഷക സമരം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഖലിസ്ഥാൻ വാദികൾ, ഖലിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഖലിസ്ഥാൻ വാദികൾ, ആ ഖലിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന ഡൽഹിയിലെ കർഷകർ എന്ന ആ മേനി നടിച്ചു നടക്കുന്ന കർഷക ഇസ്ലാമിക ജിഹാദികളുടെ രാജ്യവിരുദ്ധ ശക്തികളുടെയും അച്ചാരം വാങ്ങി നടക്കുന്ന അവരുടെ മുദ്രാവാക്യത്തിലേക്ക് എങ്ങനെയാണ് ഖലിസ്ഥാൻവാദികളുടെ, ഖലിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ആ രാഷ്ട്രവാദം കടന്നു വന്നതെന്ന് ചിന്തിക്കുമ്പോൾ വീര സവർക്കർ അന്നേ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ ഇവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മുടെ സിജോയ്ക്ക് വീണ്ടും കുറച്ച് ചൊറിച്ചിൽ കൂടാനുള്ള സമയമായിട്ടുണ്ട്, കൊടുത്തേക്കാൻ. ചൊറിഞ്ഞ സിജോ? വീര സവർക്കർ കാലങ്ങളായിട്ട് ആകെ അറിയുള്ളൂ, ഷൂ നക്കി എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു കേട്ട് അങ്ങനെ വീര സവർക്കറെ പരമ്പരാഗതമായിട്ട് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൂ നക്കി അതെല്ലാവരും സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഷൂ നക്കിയാണ്. പക്ഷെ സന്ദീപ് വാര്യർ പാർട്ടി സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ പറഞ്ഞു, നിങ്ങളാണ് ഷൂ നക്കിയത്, തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു, കേസ് കൊടുക്കാൻ പറഞ്ഞു. ഇന്നേ വരെ അതിന് മറുപടി ഉണ്ടായിട്ടോ? ഒരു കേസ് കൊടുത്തിട്ടില്ല. ആൻഡമാൻ ജയിലിലും മറ്റ് ഒട്ടേറെ ജയിലുകളിൽ 10-23 വർഷത്തിലധികം അതിക്രൂര പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് സവർക്കർ കിടന്നിട്ടുണ്ടെങ്കിൽ ഷൂ നക്കിയിട്ടാണ് അദ്ദേഹം പുറത്തു വന്നതെങ്കിൽ അപ്പോൾ ജവഹർലാൽ നെഹ്റു എവിടെയൊക്കെ നക്കിയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുള്ള ശിവശങ്കരൻ സാറാണ്, നമ്മുടെ BJP-യുടെ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളും കൃത്യമായിട്ടും നെഹ്റു ലേഡി എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഷേവ് ചെയ്യണ ഫോട്ടോ വരെ ഇപ്പോഴും ഉണ്ട്, നെഹ്റു ഷേവ് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് സവർക്കർ ആ ഒരു അവസ്ഥ ഇത്രയും വർഷം ആൻഡമാൻ ജയിലിൽ കിടക്കേണ്ട വന്നത്? വീട്ടിലിരുന്നതിന്റെ ആവശ്യമില്ലല്ലോ, രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടാണ്. ഇത് രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാതെ തന്നെ പാർട്ടി വളർത്താനും ഒരു ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം ബ്രിട്ടീഷുകാരന്റെ ഔദാര്യമാണെന്ന് പച്ചനെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോലും പറഞ്ഞിട്ട്, അതും പാർട്ടിയുടെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളോട് വല്ലതും നടപടിയായോ? ഇനി അത് തന്നെയല്ല, ഇനിയിപ്പോ ഷൂനക്കില് ആ കഥ കുറയും, ഈ വേറെ കഥകളിലോട്ടാവും. നരേന്ദ്രമോദി ഇസ്രായേലില് തീവ്രവാദ ആക്രമണം ഉണ്ടായതിന്റെ പേരിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രമല്ല അന്ന് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ലോകത്തേത് രാജ്യത്തും തീവ്രവാദം നടന്നു കഴിഞ്ഞാൽ ഉടനടി തീവ്രവാദമാണ് നടന്നതെങ്കിൽ ഭാരതം അതിന് പ്രതികരിക്കും, ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. അത് ഭാരതത്തിന്റെ നയമാണ്. കാരണം തീവ്രവാദത്തിന്റെ ഈ ലോകത്ത് തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് ഭാരതം എന്ന് പറഞ്ഞാൽ. ജനിച്ച നാള് മുതൽ, ഭാരതം ഉള്ള നാള് മുതൽ, ഉള്ളതാണെന്നല്ല സ്വാതന്ത്ര്യം കിട്ടിയ നാള് മുതൽ ഏതാണ്ട് തീവ്രവാദം ഇവിടെ കുടികുത്തി പോവാണ്, അതിന്റെ ഇരകളാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ, അത് ഇസ്രായേലായാലും പാലസ്തീനിലാണ് അത് സംഭവിക്കണമെങ്കിലും ശരി. പണ്ടത്തെ കാലത്ത് ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുക അല്ലെങ്കിൽ പലസ്തീൻ സന്ദർശിച്ച യാസർ അറാഫത്തിന്റെ കാലത്തൊക്കെ രാജീവ് ഗാന്ധിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാലസ്തീന് വൻ സാമ്പത്തിക സഹായമാണ്. ഗോതമ്പായിട്ടും ടാറ്റ സുമോ, അതുപോലെ തന്നെ
രാജീവ് ഗാന്ധി അവിടെ ചെന്നേണ്ടി ചെന്നതിന് മുമ്പ് ഷിപ്പ് എടുത്ത് അത്രയും അവർക്ക് ഔദാര്യമായിട്ട്, അതായത് ദാനമായിട്ട്, നമ്മൾ പട്ടിണി രാജ്യമാണെങ്കിലും നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ്. പക്ഷേ അപ്പൊ നന്ദിപൂർവ്വം അറാഫത്തൊക്കെ നന്ദിപൂർവ്വം നമ്മളെ സ്മരിക്കുമായിരുന്നു. പക്ഷേ ഈ പാകിസ്ഥാനായിട്ട് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ തിരിഞ്ഞു നിന്ന് കുത്തി. എന്നിട്ടും കോൺഗ്രസിന് മനസ്സിലായില്ല ഇവരുടെ സ്വഭാവം എന്താന്ന്. സ്വഭാവം കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ഇവിടെ വാജ്പേയി ഗവൺമെന്റ് വന്നേ പിന്നെയാണ് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായത്. വാജ്പേയിൽ ആദ്യം തന്നെ ഒറ്റയ്ക്ക് ഇസ്രായേൽ സന്ദർശിച്ച വാജ്പേയി ഗവൺമെന്റ് കാലത്താണ് നയം മാറി തുടങ്ങിയത്. ഇവിടെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പലസ്തീൻ സന്ദർശിക്കാതെ ഇസ്രായേൽ സന്ദർശിച്ചത്. അത് അവരുടെ മഹിമ കൊണ്ട ഒന്നുമല്ല, നന്ദികേട് കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ആ രീതിയിൽ തന്നെ. ഇന്നും ഭാരതം എത്ര കോടി ഡോളർ ഓരോ വർഷവും ഈ പാലസ്തീന് വേണ്ടി കൊടുക്കണ്ടെന്നുള്ളതിന്റെ കണക്കെടുത്താൽ തന്നെ ഈ പറയുന്നവരുടെയൊക്കെ വായടയും. ഈ പറയുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്രമിച്ച് വെറുതെ ഇരുന്ന രാജ്യത്തെ പോയിട്ട് തീവ്രവാദികൾ ആക്രമിക്കുകയും ചെയ്തു. അവര് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോ അതിന് പ്രശ്നങ്ങളും, അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ് പോലെയാണ് ഇപ്പൊ തീവ്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീവ്രവാദം എടുത്തു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ബിസിനസ്സാണ്. അതായത് കുടിവെള്ളം കൊടുക്കണമെങ്കിൽ ഇസ്രായേൽ വേണം, ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇസ്രായേൽ വേണം. ആ പൈപ്പ് കുടിവെള്ളം കൊണ്ടുവരാൻ വന്ന പൈപ്പ് വരെ ഇവര് മുറിച്ച് ടെക്നോളജി മാറ്റി ഇവര് മിസൈൽ ഉണ്ടാക്കി വരുന്നത് എന്തിനാ? ഇസ്രായേലിന് തകർക്കാനല്ല. ഇസ്രായേലിന്റെ അയഡോം ഇവര് 50 രൂപയുടെ മിസൈൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ 1 കോടി രൂപയുടെ സാധനം ഇങ്ങാട് തന്നെ അതിന് വേണ്ടിയിട്ട് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് കുടിവെള്ളത്തിന്റെ പൈപ്പ്, എന്നിട്ട് പറയുന്നത് കുടിവെള്ളമില്ല എന്ന്. അപ്പൊ നയമാണ്, തീവ്രവാദ വിരുദ്ധ നയമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഭാരതത്തില്, അതായത് മുംബൈയില് ആക്രമണം നടന്നപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി മുമ്പേ ഹോട്ടൽ ആക്രമിച്ച് അജ്മൽ കസബ് ആക്രമിച്ചപ്പോ മൻമോഹൻ സിംഗിന്റെ അടുത്ത് ചെന്നിട്ട് സൈന്യത്തിന്റെ പ്രതിനിധി വന്നിട്ട് ഇതിനെ വിശദീകരണം കൊടുത്തു. അപ്പൊ തിരിച്ചാക്രമിക്കാനുള്ള രീതികൾ എല്ലാം പ്ലാൻ ചെയ്താണ് ഈ സൈന്യത്തിന്റെ പ്രതിനിധി ചെന്നത്. പക്ഷെ നിരാശയായിരുന്നു ഫലം എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇനിയൊരു ആക്രമണം നടത്തുവാൻ ചൈനയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്ന് പാക് ഇന്റലിജൻസിന് ബോധ്യമായ തന്നെ അന്നോടെ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട. കാരണം കാലം മാറി. ഇനി നരേന്ദ്രമോദി പോയിട്ട് ഇവിടുത്തെ ഭരണത്തലവൻ ഒരു കഴിവില്ലാത്തൊരു ഭരണത്തലവനാണ് ഇനി വരണമെങ്കിൽ വീണ്ടും ഇതേമാതിരി മുമ്പേ പോലുള്ള ആക്രമണങ്ങൾ ഇവിടെ നടക്കും. ഈ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല. കാരണം പേടിച്ചുപോയി. ഇന്ന് പാകിസ്ഥാന്റെ വിഘടിച്ചു പോയിട്ട് വകുപ്പൊക്കെ പറഞ്ഞ് വീതം വാങ്ങിച്ചു പോയിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ച് എന്താണ് അവസ്ഥ? ഇന്ന് നമ്മുടെ ഒരു സ്റ്റേറ്റായ യുപിനേക്കാളും GDP കുറഞ്ഞു. അതായത് 1 ട്രില്യണില് താഴെ. അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റിനേക്കാളും താഴെ DGP ആയെന്നുള്ള ആത്മഹത്യപരമായ ആത്മഹത്യപരമായ വാർത്തകളാണ് പുറത്തു വന്നേക്കണേ. നമ്മളിൽ നിന്ന് വീതം മേടിച്ച് സ്വർഗരാജ്യമാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടിരുന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പാതയിലേക്ക് തന്നെ. അഫ്ഗാനിസ്ഥാനിൽ മാറി തുടങ്ങിയെന്ന് ഇപ്പൊ ന്യൂസുകൾ വരുന്നുണ്ട്, തീവ്രവാദം മാറി തുടങ്ങിയെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ ഒരു ടെക്നിക്കലാണ്. ഒരിക്കലും ഇവരുള്ളിടത്തോളം കാലം ഈ ഒരു സംഭവം ലോകത്തുണ്ടാവും. ഇവര് തന്നെ ഒരു കാർട്ടൂൺ ഒരു കാർട്ടൂൺ തന്നെ പണ്ട് ഇറങ്ങി പ്രശസ്തമായിരുന്നു. ഒരു ജിഹാദിയുടെ കാർട്ടൂൺ ആയിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിലായിട്ടാണ് അത് വന്നത്. അതായത് തീവ്രവാദം നടത്തി മറ്റുള്ളവരെ കൊല്ലണ ഒരു തീവ്രവാദിയാണ്. അവസാനം അവന്റെ രണ്ട് കാലും കൈയും വാള് വെച്ച് കെട്ടിയിട്ട് അങ്ങാട് അവർ ഒറ്റക്കായി പോയി യുദ്ധം ചെയ്ത് ഒറ്റക്ക്. അതാണ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ വന്നിട്ട് വളരെ പ്രശസ്തമായിരുന്നത്. ഒരുപാട് രാജ്യങ്ങൾ അത് വൈറലായി അന്ന് കാർട്ടൂൺ ഇറങ്ങിയത്. അതേ അവസ്ഥ തന്നെയാണ് ശരിക്കും. ഇവരുള്ള കാലം വരെ തീവ്രവാദം നിലനിൽക്കും. ഈ തലമുറകൾ മാറി വരണം. ഇനിയുള്ള തലമുറകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് കൊണ്ട് അത് മാറാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ പോലുള്ള ആൾക്കാർ എന്താണ് ഈ സംഭവം, എന്തിന്റെ പേരിലാണ് ഇവർ ഈ തീവ്രവാദം നടത്തുന്നത് എന്നെല്ലാം തെളിവ് സഹിതം നിരത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ
ഇപ്പോഴത്തെ തലമുറകൾ ഇതെല്ലാം കണ്ടാണ് വളരുന്നത്. മറ്റുള്ളവർ കളിയാക്കും എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ പല സംഭവങ്ങളും കളിയാക്കാൻ തന്നെ ഓപ്പണായിട്ട് കളിയാക്കാൻ തന്നെ തുടങ്ങി. അപ്പൊ തന്നെ ചിന്തിക്കാനും ഇത് മറിച്ച് നോക്കി ഇത് എന്താണ് മറ്റതൊക്കെ പുസ്തകന്മാരും മറ്റൊന്നും പറയാനാണ് ഇവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇരുന്ന്. പക്ഷെ ഇന്ന് ലൈവ് നമ്മുടെ മൊബൈലിൽ തന്നെ ഫുൾ ഡീറ്റെയിൽ കിട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ട് വരും തലമുറ വരുമ്പോൾ ഇത് മാറും എന്നാണ് ഇന്ന് നമുക്ക് ഒരു പ്രതീക്ഷ തന്നെ ഉള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാം, ഇനി ഒരു വിഭജനം ഭാരതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. അതേമാതിരിയുള്ള രീതിയിലുള്ള കെട്ടുറപ്പുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാം നിയമങ്ങളുമാണ് ഇനി. നമ്മുടെ അന്നത്തെ 47-ലൊക്കെ ഇത് വിഭജനം എന്ന് പറഞ്ഞ കഴിവുകേടാണ് അത് ശരിക്കും. അന്ന് പ്രധാനമന്ത്രി ആവാനും ആഭ്യന്തരമന്ത്രി ആവാനൊക്കെ മുൻകൂട്ടി കുപ്പായം തയ്ച്ചു വെച്ചിരുന്ന ആളുകളുടെ ഒരു കഴിവുകേടാണ് ശരിക്കും ഇന്ന് ഈ വിഭജനത്തിന് ഒരു ആധാരം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഭാരതം ഒരു വിഭജനത്തിലേക്ക് ഒരിക്കലും നീങ്ങില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇവിടെ ഒരു സുഡാപ്പി ഒരു കമന്റ് ഇട്ട സുഡാപ്പിയുടെ കമന്റിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. യൂറോപ്പിലൊക്കെ എന്തോ ഇസ്ലാം ഇങ്ങനെ കുതിക്കുകയാണെന്നാ പറയുന്നത്. എടാ സുഡാപ്പി, യൂറോപ്പിലല്ല ഏത് ലോകത്തിന്റെ ഏത് കോണിൽ കുതിച്ചു എന്നൊക്കെ നീയൊക്കെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാലും എന്താണ് ഈ കുതിക്കുന്ന വർഗം, അവരുടെ അടിസ്ഥാന കിതാബ് എന്താണ് എന്നുള്ളതും എല്ലാവർക്കും ഇന്നറിയാം. അത് പറയാൻ ഭയക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ അത് ഭയക്കാത്ത ആളുകൾ തന്നെയാണ്. ജാമിദ ടീച്ചറായാലും നമ്മിൽ ആരായാലും അത് ഇനി കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് വിദേശത്തിരുന്നു കൊണ്ട് ഇനി എന്തും പറയാമെന്ന് ധരിച്ചിരിക്കുന്ന കാനഡ അമ്മായിമാരും അതല്ലെങ്കിൽ മറ്റൊട്ടേറെയായിട്ടുള്ള സുഡാപ്പി ജിഹാദികളൊക്കെ അറബ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് അതിലുള്ള രാജ്യദ്രോഹം വിളിച്ചു പറയുന്ന സുഡാപ്പികളെ, മൊട്ട സുഡാപ്പികളെ, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉള്ളിലുള്ള പെനവിൽ രമേശ, ഷിബു ചാമി എന്ന് പറയുന്ന ചന്ദീപാനന്ദ ഗിരിഗിരിയെയും നീയൊക്കെ മനസ്സിലാക്കിക്കോ. രാജ്യത്തിനെതിരെ ഒരു പരിധിവരെ നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ ബ്രിട്ടീഷ് അതല്ലെങ്കിൽ ഭാരതത്തിന്റെ പൗരത്വം ഉണ്ടായിട്ട് അതൊഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പൗരത്വം എടുത്തുകൊണ്ട് തന്റെ പെറ്റ രാജ്യത്തെ ഉപേക്ഷിച്ച ആ പറയുന്ന ഈ ഒരു ലേഡിയെ ഈ ഭാരതം തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള പാഠം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ കളിക്കുന്ന ആളുകളെ അതെന്തായാലും നരേന്ദ്രമോദിജി പണി കൊടുക്കും എന്നുള്ളത് കൃത്യമായിട്ടും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാനഡ അമ്മായിയൊക്കെ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ കാനഡ അമ്മായിക്കൊക്കെ ഇനി വരാണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ നാട്ടിലേക്ക് വരുന്ന നേരത്ത് ഇവിടെ ഈ പറയുന്ന എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് നീയൊക്കെ കാനഡയിൽ ഇരുന്നു കൊണ്ട് നീ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അന്നായിരിക്കും കൃത്യമായിട്ടും അത് ഇവിടെ കൃത്യമായിട്ടും നാരീഴകേറി പരിശോധിക്കപ്പെടുക. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കുരയ്ക്കുന്ന സുഡാപ്പി വർഗങ്ങളായാലും ഈ പറയുന്ന കാനഡ അമ്മായി ആണെങ്കിലും ഇനി ഏതൊക്കെ ക്ഷുദ്രജീവികളാണെങ്കിൽ നിങ്ങൾക്കുള്ള പണിയൊക്കെ കൃത്യമായിട്ടും അവിടെ കിട്ടും എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ജാമിദ ടീച്ചർ കുറച്ച് സമയം മാത്രമേ നിന്നുള്ളൂ. അവർ ഒരു യാത്രയിലാണ്, മോൾക്ക് അസുഖമായതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ചു നേരം മാത്രമുള്ളത്. ഏതായാലും ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്നും 8 മണിക്ക് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത് ദിനം പ്രതിയാണ്. നമ്മൾക്ക് അത്ര കണ്ട അസൗകര്യം വരുന്ന സമയങ്ങളിൽ മാത്രം എന്തെങ്കിലും മാറ്റം വരുമെന്നല്ലാതെ ദിനം പ്രതി നടത്തുന്ന പ്രോഗ്രാമാണ് ചൊറിയാതെ വയ്യ എന്നുള്ളത്. ചൊറിഞ്ഞുകൊണ്ടേ നമ്മൾ ഇനി മുന്നോട്ട് പോകും. കാരണം ചൊറിയാതിരുന്നാൽ ഇത്രയും നാൾ നമ്മൾ ചൊറിയാതെ മിണ്ടാതിരുന്നപ്പോൾ നമ്മുടെയൊക്കെ തലയിൽ കയറി കളിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ നാളെ ഞാനായാലും സിജോ ആയാലും ജാമിദ ടീച്ചർ ആയാലും ആരായാലും കിടന്നുറങ്ങുന്ന ആ വീട് ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ വീടിന് ബോംബിട്ടുകൊണ്ട് ഉള്ളിൽ കയറി വന്നുകൊണ്ട് നമ്മളെയെല്ലാം തീർക്കുമെന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുമ്പോൾ പൂഞ്ഞാറിൽ നടന്ന ആ പള്ളിയിൽ അച്ഛന് നേരെ നടന്ന അതും പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് 29ഓളം വരുന്ന ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള അതിൽ 17 എണ്ണത്തോളം 17 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് പറയുന്നു. മദ്രസ വിദ്യാഭ്യാസം കിട്ടിയന്മാർക്ക് പ്രായത്തിലൊന്നും വലിയ വ്യത്യാസമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ 1 വയസ്സായാലും 2 വയസ്സായാലും 3 വയസ്സായാലും 30 വയസ്സായാലും 40 വയസ്സായാലും 400 വയസ്സായാലും നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന മദ്രസ വിദ്യാഭ്യാസം എന്നൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നിന്റെ ചില നേരങ്ങളിൽ നിനക്കത് പുറത്തെടുക്കേണ്ടി വരും. നീ പുറത്തെടുക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനി ചൊറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. അതിനെതിരെ ആർക്കെങ്കിലും വലിയ ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ചൊറിഞ്ഞു തീർക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളെന്തായാലും ചൊറിഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്താണ് സിജോ, എന്തെങ്കിലും ഇനി ചൊറിയാനുണ്ടോ? ചൊറിയാനുണ്ട്. അതായത് ഇപ്പൊ യൂറോപ്പില് വളരെയെന്നല്ലേ പറഞ്ഞേ, ഇവര് യൂറോപ്പിലേക്ക് മാത്രമാണ് നോക്കുന്നത്, ചൈനയിലേക്ക് നോക്കണില്ലേ? ചൈനയിൽ എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് ഒന്ന് ഇവർക്ക് അറിയാം. പക്ഷെ പകുതിയാണ് പുറത്തു വന്നുള്ളൂ എങ്കിലും എല്ലാം അറിയാം. ഒരു അക്ഷരം മിണ്ടൂല. യൂറോപ്പില് ഫ്രാൻസിലൊക്കെ എന്താണ് നടക്കുന്നത്? തീവ്രവാദിയായ ഒരുത്തൻ വണ്ടി ട്രക്ക് ഓടിച്ച് അവരൊരു ട്രക്ക് ഇട്ട് എന്തും ആയുധമാകണം. ഒരു എത്ര പേരെയാണ് വധിച്ചു. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ ജിഹാദ് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് തട്ടം നിരോധിച്ചത്, മതചിഹ്നങ്ങൾ നിരോധിച്ച്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
ഇപ്പൊ നിലവില് ബ്രിട്ടന്റെ അവസ്ഥ എന്താ? ബ്രിട്ടനില് അതായത് ബ്രിട്ടനില് കുടിയേറി ഇപ്പൊ ബ്രിട്ടൻ പിടിച്ചെടുക്കും. ഇപ്പൊ ശരിക്കും കേരളത്തിന്റെ അവസ്ഥ തന്നെ ബ്രിട്ടനിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ അവര് ലോകരാജ്യങ്ങൾ അറിഞ്ഞു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ ഈ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ കമന്റ് ഇട്ട സുഡാപ്പിയോടാണ് ചോദിക്കുന്നത്, ചൈനയിലെ കാര്യം ഒന്ന് അന്വേഷിക്കുക. ഓർഗമെന്റ്സ്, മനുഷ്യന്റെ ശരീരത്തിലെ കിഡ്നി മുതൽ എല്ലാ അവയവങ്ങളും എടുത്തിട്ട് അവരുടേതായ രീതിയിൽ പാക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കടത്തുകയാണ്. കൊച്ചുകുട്ടികളുടെ നവജാത ശിശുക്കളുടെ പോലും ചൈനയില് ഇവർക്ക് ഉണ്ടാവുന്ന ജയിലിൽ കിടക്കുന്ന ലക്ഷങ്ങളാണെന്ന് പറയുന്നത് ജയിലിൽ കിടക്കുക. നവജാത ശിശുക്കളുടെ തന്നെ പെന്നീസിന്റെ ബ്ലാഡർ വരെ സുഗന്ധ വ്യഞ്ജന വസ്തുക്കൾക്കായിട്ട് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയക്കുന്നത്. ഇതെല്ലാം ഇവർക്ക് അറിയാം, പക്ഷെ നടപടിയില്ല, മിണ്ടാൻ പറ്റില്ല. അപ്പൊ കുറവുകളൊന്നും പുറത്തു പറയില്ല, ചുടാപ്പികളും മിണ്ടില്ല, കൂടുതലുകളാണ്. അത് ഇവിടെ നിന്ന് കഥകൾ മാത്രമേ ഉള്ളൂ. ഇനി വരണ കാലത്ത് യൂറോപ്പിൽ നിന്നല്ല അമേരിക്കയിൽ നിന്നല്ല അവരൊക്കെ ശരിക്കും ഇവരെ വിളിച്ചു കയറ്റിയതിന്റെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബ്രിട്ടനൊക്കെ അനുഭവിക്കാൻ കിടക്കുള്ളൂ. ഇപ്പൊ നിലവില് മനസ്സിലായി തുടങ്ങി. അതിന് അവര് ബ്രിട്ടീഷുകാരും അതുപോലെ യൂറോപ്യൻ യൂണിയൻ കംപ്ലീറ്റ് പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് യൂറോപ്പിൽ നിന്ന് കാണുന്നത്. പല രാജ്യങ്ങളും പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ പറഞ്ഞ നമുക്ക് കമന്റ് തന്ന സുഡാബിയോട് പറയാനുള്ളത്, ചൈനയിലെ കാര്യം ഒന്ന് സെർച്ച് ചെയ്തൊന്ന് നോക്കിയാൽ പകുതി അതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതിനൊരു കമന്റ് അല്ല, ഏറ്റവും കൂടുതൽ പള്ളികൾ നിശേഷം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ചൈന തന്നെയാണ്. കാരണം ഇവരുടെ ഇസ്ലാമിക പള്ളികളൊക്കെ വേശ്യാലയും അതുപോലെ ബാറുകളും ഒക്കെ മാറ്റിയാക്കി എടുക്കുന്ന ഏക രാജ്യം ചൈന മാത്രമേ ഉള്ളൂ. അവിടെ സുഡാപ്പികൾക്ക് കരയുകയും വേണ്ട, ചൈനയ്ക്കെതിരെ ഇവിടെ കടന്നുകൊണ്ട് ഇവന്റെയൊക്കെ ഗുദം പൊക്കിക്കൊണ്ട് നിസ്കരിക്കുകയും വേണ്ട എന്നുള്ളതുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് വിഷയങ്ങളുമായി. ഇതിപ്പോൾ നിതാഷ കൗൾ എന്ന് പറയുന്ന ആ ഒരു വിദേശ ഭാരതീയ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, ഭാരതത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടൻ പൗരത്വം എടുത്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ പെറ്റ നാടിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച നിതാഷ കൗളിനെ കൃത്യമായിട്ട് കർണാടകയിൽ വെച്ചുകൊണ്ട്, ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് തിരിച്ചയച്ചിരിക്കുന്നു. അതുപോലെ ഇനി വരാനിരിക്കുന്ന കാനഡ അമ്മായിയുള്ള സുനിത ദേവദാസായാലും എല്ലാം അനുഭവിക്കാനിരിക്കുന്നത് ഇത് തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഭരിക്കുന്നത് ഒറ്റ ചങ്കുള്ള, ഇവിടത്തെ പരട്ട ചങ്കന്റെ പോലെയുള്ള ചങ്കല്ല, ഒറ്റ ചങ്കും ഒറ്റ തന്തയും ഒറ്റ നട്ടെല്ലുമുള്ള, വളയാത്ത നട്ടെല്ലുള്ള നരേന്ദ്രമോദിജിയാണ്. അതുകൊണ്ട് നീയൊക്കെ ഇനി ഇച്ചിരി വെള്ളം കുടിക്കും, നീയൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുരു പൊട്ടിച്ച് കരയുന്നതിന്റെ ഡോസിനനുസരിച്ച് തന്നെ നീയൊക്കെ പെറ്റ നാട്ടിൽ വന്നിറങ്ങുമ്പോൾ നിനക്കൊക്കെ കിട്ടാനുള്ളത് കിട്ടുമെന്നുള്ളത് പച്ചയ്ക്ക് പറയുകയാണ്, മാത്രമല്ല ചൊറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. എന്തായാലും ഈ സെഷൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നാളെ മറ്റൊരു വിഷയവുമായി നമ്മുടെ ചൊറിയാതെ വയ്യ വീണ്ടും വരും 8 മണിക്ക്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നിങ്ങളുടെ ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു ബാഹുല്യം തന്നെയാണ് നമ്മളെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിന് നമ്മൾക്കുള്ള ആ ഒരു ഊർജം. അതുകൊണ്ട് ഞങ്ങളുടെ ഊർജത്തിന് വേണ്ടി നിങ്ങൾ പ്രേക്ഷകർ ഈ 8 മണി എന്ന് പറയുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കുക. ഈ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാം ഇതിലേറെ ഭംഗിയാക്കിക്കൊണ്ട് ഗാംഭീര്യത്തോടു കൂടി തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ വ്യത്യസ്ത അതിഥികളുമായി തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തും. അതുവരെ തൽക്കാലം എല്ലാവർക്കും ശുഭരാത്രി, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.